പുനലൂരിലെ UDF ഭിന്നത വൻ പൊട്ടിത്തെറിയിലേക്ക്. സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയാൽ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. സ്വന്തം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്ത യോഗം ചേരും. പുനലൂർ സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ആത്മഹത്യാപരമെന്ന് KPCC മുൻ ഉപാധ്യക്ഷൻ ഭാരതീപുരം ശശി പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ നേതാക്കള് പരസ്യമായി പറഞ്ഞത് ഈ തവണ അല്ലാതെ ഇനി ഞങ്ങൾ ഇവിടെ മത്സരിക്കുകയില്ല. അതിനുശേഷവും പല മീറ്റിങ്ങുകളിലും അവർ പറഞ്ഞു കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ പുനലൂർ വന്ന് പങ്കെടുത്ത മീറ്റിങ്ങുകളിലൊക്കെ അടുത്ത തവണ കോൺഗ്രസ് ആയിരിക്കും ഇവിടെ മത്സരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ എല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തവണ വീണ്ടും പുനലൂർ നിയോജകമണ്ഡലം മൂന്നാമത്തെ തവണയും മുസ്ലിം ലീഗിന് കൊടുക്കുകയാണ്. എന്താണ് അതിനവരെ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഒരു തവണ കൂടി മുസ്ലിം ലീഗ് ഇവിടെ മത്സരിക്കുക എന്നുള്ളത് വളരെ ആത്മഹത്യപരമായിരിക്കും. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, വലിയ അടിയിലേക്കോ പുനലൂരിലെ UDF? കൃഷ്ണരാജ്, കുറച്ച് ദിവസമായി തന്നെ പുനലൂരിലെ സീറ്റ് തർക്കം അങ്ങനെ രൂക്ഷമാണ്. UDFനുള്ളിൽ, അതായത് ലീഗിന് കഴിഞ്ഞ തവണയൊക്കെ തന്നെ മത്സരിക്കാനായി പുനലൂർ സീറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ കോൺഗ്രസിന് വേണമെന്നുള്ളതാണ് ആവശ്യം. പ്രാദേശിക നേതൃത്വം ഇത് സംബന്ധിച്ച് നേതാക്കളെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നാലും അത് ലംഘിച്ചുകൊണ്ട് ലീഗിന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിൻ്റെ തീരുമാനം. അതിനുവേണ്ടി ബ്ലോക്ക് കമ്മിറ്റികളെ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ട് യോഗമൊക്കെ ചേർന്നിരിക്കുന്നു. ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും മുന്നോട്ട് വരികയാണ്. അതായത് ഇനി ലീഗ് മത്സരിക്കുമെങ്കിൽ ആത്മഹത്യാപരമായിരിക്കുമെന്നുള്ളതാണ് KPCC മുൻ ഉപാധ്യക്ഷനായിട്ടുള്ള ഭാരതീപുരം ശശി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ യുവ നേതാക്കളടക്കം വ്യക്തമാക്കിയിരുന്നു. അതായത് യുവാക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, പക്ഷേ അവർക്കൊന്നും തന്നെ അവിടെ സീറ്റ് നൽകുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഉണ്ടായിരുന്നത്. എവിടെ നിന്നെങ്കിലും ഒരു സ്ഥാനാർത്ഥി ലീഗിന് വേണ്ടി വരും, മത്സരിക്കും, പിന്നെ തോറ്റു മടങ്ങും എന്നുള്ള ഒരു ആക്ഷേപമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ പുനലൂരിലെ സീറ്റ് ചടയമംഗലത്തേക്ക് ലീഗിന് നൽകിയ ശേഷം ഈ കോൺഗ്രസിന് ഈ സീറ്റ് ഏറ്റെടുക്കാമെന്നുള്ള ആവശ്യവുമായി ഒരു വിഭാഗം മുന്നോട്ട് വരുമ്പോൾ ചടയമംഗലത്ത് സീറ്റ് ലീഗിന് നൽകില്ല എന്നുള്ള ഒരു കാര്യം അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ വ്യക്തമാക്കുകയാണ്. അങ്ങനെ സീറ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിൽ തല്ല് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഓരോ വ്യക്തികളുടെയും പേര് ഉയർത്തിക്കൊണ്ടുവരുന്നു, പിന്നീട് മറുവിഭാഗം മറ്റൊരു വ്യക്തിയുടെ പേര് ഉയർത്തുന്നു. എന്തായാലും ചടയമംഗലവും പുനലൂരും അങ്ങനെ ഒരു അന്തിമ തീരുമാനമാവാതെ നിൽക്കുകയാണ്. അതിൽ പുനലൂരിലാണ് ഈ തർക്കം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുസ്ലിം ലീഗിന് സീറ്റ് നൽകി കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രാദേശിക നേതൃത്വം ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നതിൽ സംശയമില്ല. കാരണം UDFൽ അത്തരത്തിലൊരു തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. പുനലൂരിൽ UDFൽ കനത്ത ഭിന്നത.